ഓക്കെ, ഇത് വന്നിട്ട് 2025 സ്റ്റെനോഗ്രാഫറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾക്ക് കാണുന്ന പോലെ അത്ര ചെയ്യാനൊന്നുമില്ല. അത് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഒരു സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതിനകത്ത് 111 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇത് നോക്കൗട്ട് ഫോർമാറ്റിലാണ് ഈ പറയുന്ന മാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മാച്ചസ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഈ നോക്കൗട്ട് ഫോർമാറ്റ് എങ്ങനെ പോണേന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് പറയാം. ഓക്കെ, അപ്പം ഞാൻ ചുമ്മാ ഒരു ഒരു ഷട്ടിൽ ഗെയിം എടുത്തെന്ന് വിചാരിച്ചോ. 8 പേരാ ഉള്ള. ഓക്കെ, 8 പേരാ ഉള്ള. 1, 2, 3, 4, 5, 6, 7, 8. നോക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കളി കളിച്ച് തോറ്റു കഴിഞ്ഞാൽ തോറ്റവൻ വെളിയിൽ പോകും, ജയിച്ചവൻ അടുത്ത റൗണ്ടിലോട്ട് പോകും. ഓക്കെ, തോറ്റവൻ വെളിയിലോട്ട് പോകും, ജയിച്ചവൻ എന്ത് ചെയ്യും, അടുത്ത റൗണ്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 മാച്ച് വെച്ചു, 5, 6 മാച്ച് വെച്ചു, 7, 8 മാച്ച് വെച്ചു. ഇവിടെ 1 ജയിച്ചെന്ന് വിചാരിക്കുക, ഇവിടെ 3 ജയിച്ചെന്ന് വിചാരിക്കുക, 5 ജയിച്ചെന്ന് വിചാരിക്കുക, 7 ജയിച്ചെന്ന് വിചാരിക്കുക. അടുത്ത റൗണ്ടിൽ എന്ത് ചെയ്യും? അടുത്ത റൗണ്ടിൽ ഇവർ തമ്മിൽ മത്സരിക്കുന്നു. ഓക്കെ, 7 ജയിച്ചു. ഓക്കെ, ഇവിടെ 3 ജയിച്ചെന്ന് വിചാരിക്കുക. അടുത്ത റൗണ്ടിൽ ഇവർ രണ്ടുപേരും മത്സരിക്കുന്നു. എന്നിട്ട് 3 വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര മാച്ച് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കുക. 1, 2, 3, 4, 5, 6. ഓക്കെ, 1, 2, 3, 4, 5, 6, 7 മാച്ച്. ഓക്കെ, 7 മാച്ച് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 8 പേരുണ്ടായിരുന്നപ്പോൾ 7 മാച്ചാണ് വന്നത്. 8 പേരുണ്ടായിരുന്നപ്പോൾ 7 മാച്ചാണ് വന്നത്. സിമിലർലി 111 പേരുണ്ടെങ്കിൽ എത്ര മാച്ച് ആയിരിക്കും വരുന്നത്? 110 പേരായിരിക്കും. അതായത് പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ N-1 നോക്കൗട്ട് മാച്ച് വേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഡൗട്ട് വരാം, ഈ ഓഡ് നമ്പറിന് എന്താ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന്. കാണിച്ചു തരാം. ഓക്കെ, സംശയം തീർക്കണമല്ലോ. ഓക്കെ, അപ്പോൾ 1, 2 മത്സരിക്കുന്നു, 3, 4 മത്സരിക്കുന്നു, 5, 6 മത്സരിക്കുന്നു. 7 മത്സരിക്കാൻ ആളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഡയറക്റ്റായിട്ട് അടുത്ത റൗണ്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. ഇവിടുന്ന് 1 ജയിക്കുന്നു, ഇവിടുന്ന് 3 ജയിക്കുന്നു, ഇവിടുന്ന് 5 ജയിക്കുന്നു. 7 ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇനി ഇവർ തമ്മിൽ മത്സരിക്കുന്നു, ഇവർ തമ്മിൽ മത്സരിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ 1 ജയിപ്പിക്കാം. 7 ചുമ്മാ കയറി വന്നല്ലേ, അവൻ തോറ്റുപോട്ടെ, നല്ല 5 ജയിച്ചു. ഓക്കെ, ഇവർ തമ്മിൽ ഫൈനൽ കളിക്കുന്നു, 1 ജയിക്കുന്നു. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ മാച്ചിൻ്റെ നമ്പർ നോക്കിക്കേ. 1, 2, 3, 4, 5, 6 മാച്ച്. 7 പേര് മത്സരിച്ചു, 6 മാച്ച്. ഇതിപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും നോക്കൗട്ട് മാച്ചിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. സോ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്.